പ്രൈസ് ലോർഡ്. ഇസ്രായേലും ജിഹാദി രാജ്യങ്ങളുമായുള്ള യുദ്ധം ദൈവഹിതമാണ് കാര്യമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരല്ല. രണ്ട് വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്രായേലും ജിഹാദി രാജ്യങ്ങളും. ഇസ്രായേൽ യേശുവിനെ വിശ്വസിക്കാതെ കുരിശിൽ തറച്ചു കൊന്നു കളഞ്ഞു. ഇപ്പോഴും അവർ വരുവാനുണ്ടായിരുന്ന മശിഹ യേശുവാണെന്ന് വിശ്വസിക്കുന്നില്ല. യേശു ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് ചില ഇസ്രായേലരും ഒരു ചതിയനായിരുന്നു എന്ന് മറ്റു പല ഇസ്രായേലരും വിശ്വസിച്ചിരുന്നു. മത്തായി 27:63-66 വാക്യങ്ങളിലും യോഹന്നാൻ 7:12 ഇത് പറയുന്നുണ്ട്. അത് നോക്കാം. മത്തായി 27:63-66 വരെ. യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ചു കാൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. പിന്നെ യോഹന്നാൻ 7:12 പറയുന്നത് എന്താണെന്ന് നോക്കാം. പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശുണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നുവെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഇതാണ് രണ്ട് വചനങ്ങൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഈയിടെ പറഞ്ഞത് യേശു ക്രിസ്തുവിന് കൊടും ഭീകരനായിരുന്ന ചെങ്കിഷ് ഖാനേക്കാൾ മെച്ചമൊന്നുമില്ല എന്നാണ്. ഇസ്രായേലരുടെ ബുദ്ധിശക്തി കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടുമാണ് ജിഹാദികളുമായുള്ള യുദ്ധം അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ മത്തായി 28:18 വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും യേശുവിന് ലഭിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ യേശു ക്രിസ്തുവിൻ്റെ സഹായത്താൽ തന്നെയാണ് ഇസ്രായേൽ ജിഹാദികളെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം നോക്കാം. മത്തായി 28:18 യേശു അടുത്ത് നിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ വാക്യം യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന സമയത്ത് പറഞ്ഞ വാക്യമാണ്. അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു രക്ഷിത ഗണത്തെ കണക്കാക്കിയാണ് യേശു ഇങ്ങനെ ചെയ്യുന്നത്. റോമർ 9:27 പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിക്കാം. റോമർ 9:27 ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. അതിനാൽ യേശുക്രിസ്തുവിനെതിരായി സംസാരിക്കുന്നത് ആ രാജ്യത്തിന് ദോഷമായി മാത്രമേ ഭവിക്കുകയുള്ളൂ. സംസാരിക്കുന്നു പറഞ്ഞാൽ അവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ സംസാരിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് അവരെ ബാധിക്കില്ല. അത് അവർക്ക് അനുഗ്രഹമായി മാറുകയേ ഉള്ളൂ. നെതന്യാഹുവിൻ്റെ ഈ ദോഷത്വ സംസാരത്തിന് ശേഷം ഇറാൻ കൂടുതൽ ക്രൂരരായി മാറിയെന്ന് ഇസ്രായേൽ പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത വരെയെങ്കിൽ മാത്രമേ അവർ യേശുവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെടുകയുള്ളൂ. ആ സമയം വരെയും അവർക്ക് കഷ്ടമുണ്ടാകും. ആ സമയം ശത്രുക്കളുടെ മേൽ അവർക്ക് പൂർണ്ണജയം സാധ്യമാവുകയും ചെയ്യും. ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖുർആൻ പ്രകാരം യേശു ഒരു പ്രവാചകൻ മാത്രമാണ്. അതായത് അവർ യേശുവിനെ യഹൂദന്മാരെ പോലെ തന്നെ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഇസ്ലാമിസ്റ്റുകളുടെ പൈശാചികനായിരുന്ന കള്ളപ്രവാചകൻ മുഹമ്മദിനെയാണ് അവർ പരിശുദ്ധനായ യേശു ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തിയായി കണക്കാക്കുന്നത്. അവരുടെ ഖുർആൻ തുടങ്ങിയ സാത്താന്യ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ യഹൂദനെയും കൊന്നുകളഞ്ഞാൽ മാത്രമേ അന്ത്യദിനം വരികയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം കപടമാണെന്ന് ബൈബിൾ വായിച്ചാൽ വ്യക്തമാകും. ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് ആർക്കും ആത്മരക്ഷയില്ല. അതിനാൽ ഇസ്രായേലിന് അവസാനം രക്ഷയുള്ളപ്പോൾ ശത്രുക്കൾക്ക് ഇഹലോകത്തും പരലോകത്തും കഠിന ശിക്ഷയുണ്ടാകും. ശത്രുക്കൾക്ക് എന്ന് പറയുമ്പോൾ ജിഹാദികൾക്ക് മാത്രമല്ല, ജിഹാദികളുടെ കൂട്ടുകൂടുന്ന റഷ്യ, ചൈന തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും ശിക്ഷയുണ്ടാകും എന്നാണ് പറയുന്നത്. എസെക്കിയേൽ 38-39 അധ്യായങ്ങളിലും സെഖറിയാവ് 12-14 വരെയുള്ള അധ്യായങ്ങളിലും ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് വരാൻ പോകുന്ന കഠിന ദുരിതങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതിവിടെ വായിക്കുന്നില്ല. അത് ബൈബിൾ എടുത്ത് വെച്ച് വായിക്കാവുന്നേ ഉള്ളൂ. ഇസ്രായേലും ജിഹാദി രാജ്യങ്ങളുമായുള്ള യുദ്ധം ദൈവഹിതമല്ല. ഇസ്രായേലിൻ്റെ അംശമായ ഹൃദയകാഠിന്യമാണ് ഈ കഷ്ടത്തിന് കാരണം. ദൈവം അയക്കുന്ന യുദ്ധമല്ലിത്. വചനം ഒന്ന് വായിക്കാം. റോമർ 11:25 സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ കാഠിന്യം കൊണ്ടാണ് യുദ്ധം അവർക്ക് ചെയ്യേണ്ടി വരുന്നത്.